ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഇത് കണ്ട നോക്കിയാൽ അടിപൊളി മഞ്ഞാണ്. നല്ല സൂപ്പർ മഞ്ഞത്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഒരു കാരണം ഉണ്ട് ഇതിനകത്ത്. എന്താണെന്ന് വെച്ചെങ്കിലേ, ഞാന് പറഞ്ഞല്ലോ, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞല്ലോ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പറയും, നമ്മൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിച്ച ആളും ദൈവം തമ്മിലെ സഹായിച്ച് എന്നെ പോലെ തന്നെ ഒരു ട്രക്ക് ഡ്രൈവറാണ്. ഒരു 5 വർഷമായിട്ട് ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രക്ക് ഡ്രൈവറാ. ആള് ഇതേപോലെ തന്നെ ഒരു 7 വർഷം മുമ്പ് ആള് നാട്ടിൽ നിന്ന് വന്നു. വളരെ അന്തസ്സായിട്ട് നാട്ടിൽ നിന്ന് നല്ല കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആശാൻ വന്നു. കുറച്ച് വർഷങ്ങളൊക്കെ എടുത്തിട്ട് ആള് കടങ്ങളൊക്കെ അത്യാവശ്യം വീട്ടി. അപ്പൊ ആള് ഇവിടെ ഒരു വീട് മേടിച്ചു. പിന്നെ നാട്ടിലത്തെ വീട് നടക്കണു. നമ്മുടെ സിനിമയിൽ മറ്റേ വലിയേട്ടൻ കളിക്കില്ലേ, അതേപോലെ തന്നെ 2 വീട്, നാട്ടിലത്തെ വീട്ടിലും ഇവിടുത്തെ വീട്ടിലും കാര്യങ്ങളൊക്കെ വളരെ അന്തസ്സായിട്ട് നോക്കി നടക്കുന്ന ഒരു അടിപൊളി വലിയേട്ടൻ. അപ്പൊ ഈ വലിയേട്ടൻ നാട്ടിലത്തെ വീട്ടില് വയസ്സായ 82 വയസ്സുള്ള അപ്പനും ഒരു 72 വയസ്സുള്ള അവന്റെ അമ്മയാണ്, പുള്ളിയുടെ അമ്മയാണ് താമസിക്കുന്നത്. അപ്പോ പുള്ളി ഇങ്ങനെ എല്ലാ മാസം കാശ് അയച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അറിയാലോ, കാനഡയിലത്തെ ട്രക്ക് ഡ്രൈവിങ് സ്നോ മാത്രമേ ഉള്ളൂ, കാശ് കുറച്ച് കുറവാ. അപ്പൊ അതിന്റെ പേരില് പുള്ളിക്ക് കറക്റ്റായിട്ട് നാട്ടിലേക്ക് പൈസ അയക്കാൻ പറ്റിയില്ല. അപ്പോ 2 മാസത്തെ ഒരു പൈസ ചെറുതായിട്ടൊന്ന് പെൻഡിങ് ആയി. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ചു ദിവസം മുമ്പ് ആളുടെ വീട്ടിലേക്ക് മഞ്ഞ തൊപ്പിയും വെച്ചുകൊണ്ട് KSEB ഉദ്യോഗസ്ഥര് കയറി വന്നു. 2 പേര് വന്നു. അമ്മമ്മ ഫ്യൂസ് ഊരാൻ പോവാണ്, ബില്ല് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മമ്മ പറഞ്ഞു, മോനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ അടച്ചോ, ഞങ്ങൾ ഫ്യൂസ് ഊരില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഫ്യൂസ് ഊരും എന്ന് പറഞ്ഞു. അപ്പൊ അമ്മമ്മ കാരണം ഇത്രയും പ്രായമുണ്ട്. അപ്പൊ അമ്മച്ചി പറഞ്ഞ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ആരും ഇല്ല ഇവിടെ ചോദിച്ചപ്പോ പറഞ്ഞു, ഒരു മോനുള്ളത്, മോൻ കാനഡയിലാന്ന് പറഞ്ഞു. കാനഡക്കാരനൊക്കെ ആയിട്ട് പിന്നെന്താ, കറണ്ട് അടിക്കാൻ കാശില്ലാത്ത, കളിക്കാണ്ട് കാശ് അടിക്കാൻ പറ, നിങ്ങളെ നോക്കണില്ലേ മോൻ എന്നൊക്കെ ചോദിച്ചിട്ട് 4 ഡയലോഗ് അടിച്ചു. അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാര്, നമ്മുടെ മലയാളീസിന്റെ സ്വഭാവം അറിയാലോ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് എത്തിച്ചു നോക്കണു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അതൊരു ഇൻസൾട്ടിങ് പോലെ, കാരണം പഴയ ആൾക്കാരാണ്, അവരെ പണ്ട് കാര്യമില്ല. അപ്പൊ അവര് അത്ര അഡ്വാൻസ്ഡ് അല്ലല്ലോ. അപ്പൊ അത് നമുക്ക് സഹിക്കാം. അപ്പോ അമ്മ വിളിച്ചിട്ട് ഇവന്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇങ്ങനെ ഫ്യൂസ് ഊരി കൊണ്ടുപോയി അവര് എന്ന് പറഞ്ഞു. അപ്പൊ ഇവനാകെ ടെൻഷനായി, കാരണം കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, അതിന് ശമ്പളം കിട്ടാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോ പുള്ളി ഇങ്ങനെ നിന്നിട്ട് വേഗം ഇവിടെ ഈ പേഡേ ലോൺ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശമ്പളത്തിന്റെ സ്റ്റേറ്റ്മെന്റും എല്ലാം കാണിച്ചിട്ട് നമ്മള് ലോൺ എടുക്കണ പരിപാടി. മുടിഞ്ഞ പലിശ, നമ്മുടെ നാട്ടിലെ വട്ടിപ്പലിശക്കാരെ പോലെ. പുള്ളി അവിടുന്ന് പോയിട്ട് ഈ പേഡേ ലോൺ എടുത്തു. അങ്ങനെ പുള്ളി നാട്ടിലേക്ക് വേഗം കാശ് അയച്ചു. അത് റെമിറ്റ്ലിയില് എക്സ്പ്രസ് വഴി പുള്ളി വേഗം പൈസ അയച്ചു കൊടുത്തിട്ട് പുള്ളി അത് കാര്യം. അപ്പൊ പിറ്റേ ദിവസം അവിടെ അമ്മാമ്മ കാലത്ത് എഴുന്നേറ്റ് പോയിട്ട് ഈ സാധനം എടുത്തു. പൈസ എടുത്തിട്ട് അടയ്ക്കാൻ ചെന്നു. അപ്പോ അവിടെ ചെന്ന ഇത് ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു, അമ്മാമ്മ പറഞ്ഞു ഫ്യൂസ് ഊരിയുണ്ടെന്ന് പറഞ്ഞു. ഫ്യൂസ് ഊരിയുണ്ടല്ല, അപ്പൊ കാശ് അടയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ലൈൻമാൻ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, ഇത് മറ്റേ കാനഡയിലത്തെ അപ്പന അല്ലേ ചോദിച്ചു. അങ്ങനെ അവിടെ വെച്ച് വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ കയ്യിലേക്കും കാശുണ്ടാവും, അത് ഞങ്ങൾക്ക് അറിയാം, ഇപ്പൊ കണ്ട കാശ് വന്ന വഴി കണ്ട, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്യൂസ് ഊരിയത് എന്നുള്ള ഡയലോഗും പറഞ്ഞു ലൈൻമാൻ. അപ്പൊ അവിടെ നിന്നിരുന്ന ആൾക്കാരും ഇത് കേട്ടു. ആകെ ഈ അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഒരു നാണക്കേട് പോലെ. അപ്പൊ വീട്ടിൽ വന്നപ്പോ ഇവൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഇവന്റെ അപ്പൻ ഇവനോട് സംസാരിച്ചില്ല. പകരം അപ്പൻ അമ്മോട് പറഞ്ഞേൽപ്പിച്ചു, അവന് നമ്മളെ നോക്കാൻ കഴിവില്ല എന്ന് വെച്ചെങ്കില് അവനോട് നമ്മളോട് വല്ല അനാഥശാലയെ കൊണ്ടാക്കാൻ പറയുന്നു പറഞ്ഞു. അപ്പോ പുള്ളിക്ക് ഭയങ്കര വിഷമായി. പക്ഷെ പുള്ളി അത് വിട്ടു. കാരണം വെച്ചെങ്കിൽ വയസ്സായ ആൾക്കാരാണ് എന്നുള്ളത്. ഇപ്പൊ അവരും പണ്ട് കാര്യമില്ല, ഒരു മോനുള്ളത് കാനഡയിലാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നുള്ളത്. അപ്പൊ കുറച്ചൊക്കെ ഞാൻ ഇവനോട് പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് ചെറിയ തെറ്റൊക്കെ ഉണ്ട്, കാരണം ഒറ്റ മോനാണ്, അതനുസരിച്ച് നിങ്ങള് അവരെ നോക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ എന്തായാലും വന്ന് വിട്ടു എന്നുള്ളത്. പക്ഷെ ഞാൻ ഇതിനകത്ത് നോക്കി കണ്ട വേറൊരു കാര്യ, അതായത് ഇയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം വയസ്സായ അപ്പനും അമ്മയാണ്, തീർച്ചയായിട്ടും ഇയാൾ പൈസ അയച്ചു കൊടുക്കേണ്ടതാണ്. ഒരു രീതിയിൽ ഞാൻ അതിനെ ന്യായീകരിക്കില്ല. പക്ഷേ ഈ KSEB എന്ന് പറയുന്ന സാധനം, ഇതൊരു വട്ടിപ്പലിശക്കാരൻ നടത്തുന്ന പരിപാടി ഒന്നുമില്ലല്ലോ. നമ്മുടെ നാട്ടില് പലിശക്ക് എടുത്തുള്ള വട്ടിപ്പലിശക്കാര് വരെ, ചേട്ടാ ഈ മാസം ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാ പിന്നെ ഓക്കെ, എന്നാ അടുത്ത മാസം തായോ എന്ന് പറഞ്ഞിട്ട് വിടും.
അതിന് പോലും ഉള്ളൊരു സാവകാശം കൊടുക്കാതെയാണ് ഈ പറഞ്ഞ നമ്മുടെ ആള് ആര് KSEB കൊണ്ട് ഫ്യൂസ് ഊരിയത്. അപ്പോ ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയുള്ള രാജ്യമാണ് ഈ കാനഡ, ഞങ്ങളിപ്പോ നിൽക്കുന്ന രാജ്യം. ഇവിടെ പോലും കറണ്ട് ബിൽ അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരുന്ന പരിപാടിയൊന്നും ഇല്ല. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അടച്ചില്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറയുന്നത് അടച്ചിട്ടില്ല ഏട്ടാന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിനുള്ളിൽ തന്നില്ല വെച്ചെങ്കിൽ പേയ്മെന്റ് അറേഞ്ച്മെന്റ് നടത്തും. ചിലപ്പോൾ ഒരു $1000 ഉണ്ടെന്ന് വെച്ചെങ്കിൽ നൈസായിട്ട് അതൊരു പേയ്മെന്റ് പ്ലാൻ പോലെ വെച്ചിട്ട് കുറച്ച് കുടിശ്ശിക വരും, ഇൻട്രസ്റ്റ് വരും. വെച്ച് $1000 വരെ ചിലപ്പോൾ നമ്മൾ 1100 അടയ്ക്കേണ്ടി വരും. പക്ഷെ എന്താണെന്നറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കില്ല. കറണ്ട് കട്ട് ചെയ്യില്ല, പിടിക്കില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യില്ല. അപ്പോ ഇങ്ങനത്തെ ഒരു മുതലാളിത്ത രാജ്യത്ത് ഇവ പണി ചെയ്യുമ്പോൾ ഒരു ഗവൺമെന്റ് നടത്തുന്ന സ്ഥാപനം ഈ പണി കാണിച്ചത് ഇച്ചിരി മോശമായിട്ടുള്ള കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വയസ്സായ ആൾക്കാർ കിടക്കണു. ഈ വയസ്സായ ആൾക്കാരോട് ചാടി കയറി ഓൺലൈനിൽ കാശടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല ഒന്നും. അപ്പൊ കുറച്ചൊക്കെ ഒരു കൺസിഡറേഷൻ നാട്ടില് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഇവർക്കൊരു പേയ്മെന്റ് പ്ലാനോ അല്ലെങ്കിൽ ഒരു 1 month ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. എന്നെ വിളിച്ച ഇയാൾക്ക് കാനഡയിൽ നിന്ന് ഇതേമാതിരി പേട ലോണും തേങ്ങ വാങ്ങി എടുത്ത് അയക്കാൻ പറ്റിയില്ലേ? നാട്ടിലുള്ള പാവങ്ങളില്ലേ, അവരെന്ത് ചെയ്യാ? അവരെങ്ങനെ അടയ്ക്കിയത്? അപ്പോ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിനാൽ നടത്തപ്പെടുന്നു എന്ന് പറയുന്ന സാധനം, അതായത് ഈ KSEB ടാഗ് ലൈൻ തന്നെ കിടക്കണത് കേരളത്തിന്റെ ഊർജം എന്നാണ്. അതിപ്പോ കേരളത്തിന്റെ ഊർജ്ജമാണോ അതോ കേരളത്തിന്റെ ആ പരിപാടി ആണോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ നോർമലി ഇങ്ങനത്തെ കേസ് നടപെടാത്ത, പക്ഷെ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയൊരു പക്ഷെ നാളെ എനിക്ക് ഈ ഗതി വരാം. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളാ. നമുക്ക് നാളെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഈ മഞ്ഞത്ത് നിന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തതിന്റെ കാരണം എന്താണെന്നറിയാം? ആ ലൈൻമേന്മാര് തെണ്ടികളുണ്ടല്ലോ, അതായത് മോൻ കാനഡയിലല്ലേ എന്ന് പറഞ്ഞത്. ഈ സാധനേ ഈ കാണുന്ന സ്നോ ഉണ്ടല്ലോ, ഇത് കാണാൻ മാത്രം, റീൽസിൽ കാണാൻ മാത്രമേ സുഖമുള്ളൂ. ഇതിന്റെ മുകളില് ഈ കണ്ട ചക്രമുള്ള സാധനം വണ്ടി ഓടിച്ചിട്ടേ ഇന്ന് കാലത്ത് തൊട്ട് ഇതാണ് അവസ്ഥ ഇവിടെ. ഇന്ന് കാലത്ത് തൊട്ട് ഇപ്പൊ രാത്രി 8-9 സമയമായിട്ടുണ്ട്. 12 മണിക്കൂർ ഞാനിന്ന് ഓടിച്ചത് കംപ്ലീറ്റ് വണ്ടി സ്നോല. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടാ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, കുറേയൊക്കെ കഴിക്കണ്ട. മുകളിൽ കണ്ട ഇത് ഇപ്പൊ പാർക്ക് ചെയ്തപ്പോ ഒന്നല്ല, വന്ന് നിൽക്കുമ്പോഴേ വണ്ടി ഇങ്ങനെ തന്നെയാ. ഇനി അവിടെ വണ്ടികൾ വന്ന് നിൽപ്പുണ്ട്, കഴുകണ വണ്ടികള്, സർവ്വ വണ്ടികൾ ഇതാണ് അവസ്ഥ. ഇങ്ങനെ ജീവൻ പണയം വെച്ചിട്ടാണ് കാനഡയിൽ ചിരിച്ചു കാട്ടി കഴിഞ്ഞാൽ നമുക്ക് $100 തരില്ല ചേട്ടന്മാരെ. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോൾ നമുക്ക് വേണേൽ പറയാം, നിങ്ങൾ വെറുതെ പോസ്റ്റ് കയറിയിട്ട് കണവണ കാണിക്കണ പോലെ ഇല്ലാന്ന് വേണേൽ പറയാം. പക്ഷെ ഏതൊരു ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ട് എന്ന് കൽപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതിനകത്ത് കുറച്ചും കൂടിയും വല്ല രാഷ്ട്രീയക്കാർ ഇത് കേൾക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അതിനെന്താ കാര്യം? കാരണം LDF കയറിയാലും UDF കയറിയാലും BJP കയറിയാലും എങ്ങനെയെങ്കിലും ഇതിന് മാക്സിമം കട്ടും കുടിക്കണം എന്നുള്ള ചിന്തയുള്ളൂ. ഇപ്പൊ 2 പേര് കട്ടവര് നിൽക്കുമ്പോൾ മൂന്നാമത്തവൻ വന്ന് കക്കണ സമയത്ത് നീ എന്താ കക്കണെന്ന് ചോദിക്കാൻ പറ്റുമോ? അവൻ തിരിച്ചു ചോദിക്കില്ലേ? അതായത് നീയും കട്ടയല്ലേ, പിന്നെ ഒരു വർത്താനം വേണമെന്ന് പറയില്ലേ? അപ്പൊ അവരും മിണ്ടില്ല. അപ്പൊ ഒരു വകുപ്പിൽ കയറിയിട്ട് ഇങ്ങനത്തെ നിയമനിർമ്മാണങ്ങളേക്കും നടത്തുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ കേരളത്തിലേക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുക. ഇതിപ്പോ ഞാനീ പറഞ്ഞതിന്റെ പേരിൽ കേരളം നന്നാവാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് കേട്ടപ്പോ നമുക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുറത്തുള്ള ഇത് കാണുന്ന കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കറണ്ട് ബില്ലൊക്കെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് അടയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോ അവിടെ പകലൊന്ന് ഫ്യൂസ് വരും, അവിടെ കിടന്ന് നമ്മുടെ പേരൻസ് വിളിക്കും, ചിലപ്പോ ഇവിടെ നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും, അറിയില്ല. അപ്പോ ഇവന്റെ അപ്പൻ ഈ പറഞ്ഞ പോലെ ഇത്ര കാര്യങ്ങളെല്ലാം ചെയ്ത് ഇക്കണ്ട കടങ്ങള് എല്ലാം വീട്ടി എല്ലാം കഴിഞ്ഞിട്ടും നോക്കാൻ പറ്റില്ലെങ്കിൽ കൊണ്ടേ വല്ല അനാഥശാലയെ കൊണ്ടാക്കിക്കോ എന്നുള്ള വർത്താനം. കാരണം അപ്പന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രകോപികളാണ്. അവർക്കത് പറയാൻ വേണ്ടു. ഇതിന്റെ ഇടയിൽ കിടന്ന് ചാവണത് അമ്മയാ. ഇവന്റെ അമ്മ ഇവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അതായത് മോനെ എടാ, ചെറുപ്പത്തിൽ നിന്റെ എല്ലാ കാര്യങ്ങളും പപ്പ വളരെ നന്നായിട്ട് ചെയ്ത് തന്നാലടാ കുട്ടാ. ഇപ്പൊ പപ്പയ്ക്ക് വയസ്സായില്ലേ, അതുകൊണ്ട് മോൻ പപ്പോട് ക്ഷമിക്ക്. ഒരമ്മയ്ക്ക് അതാ പറയാൻ പറ്റുള്ളൂ. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നാട്ടുകാര് മോൻ കാനഡയിലല്ലേ എന്താ കാശ് അയക്കാത്ത, അവന് സൗകര്യമുള്ളപ്പോ അവൻ കാശ് അയച്ചോളും, നിങ്ങളുടെ വീട്ടിലേക്കൊന്നും ആരും കാശും ചോദിച്ചു വന്നില്ലല്ലോ, അത് ചെയ്യാണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഞങ്ങളൊക്കെ ജീവിക്കുന്നത്, ഞങ്ങളുടെ ഒന്നും അയൽപക്കത്തുള്ള ആൾക്കാര് നമ്മുടെ വീട്ടിൽ എന്തുണ്ടാവണമെന്ന് അന്വേഷിക്കണില്ല. അപ്പൊ നമ്മൾ ആ ഒരു കൾച്ചറൊക്കെ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടുകളിൽ എന്താ സംഭവിക്കണേന്നുള്ളത് മെനക്കെട്ടിട്ട് അയൽവാസികൾ നോക്കുമ്പോൾ ഞങ്ങൾക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വരും.
എനിക്കിഷ്ടമാണ് കുറച്ചേക്ക്. കാരണം എന്ന് വെച്ചെങ്കിൽ നല്ലവരായ അയൽക്കാർ എപ്പോഴും നമുക്ക് ബന്ധുക്കളെക്കാട്ടും നല്ലതാ. പക്ഷെ അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അവിടെ വന്ന എന്താ പ്രശ്നം? അങ്ങനെ ഫ്യൂസ് വരാൻ പോണ്, അതെ ഒരു പണിയുന്ന എത്ര ബില്ലുള്ള ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞ് അടച്ചിട്ട് മോനോട് പറയും കാശ് അയക്കുമ്പോ തന്നാ മതി എന്ന് പറയുമ്പോ ഒരു അന്തസ്സുണ്ട്. അവിടെ ഒളിച്ചിരുന്നിട്ട് ഇത് കണ്ടിട്ട് വായും പൊത്തി ചിരിക്കുക, മോനപ്പൊ കാര്യം തീരുമാനമായില്ലേ, മോൻ നിങ്ങളെ നോക്കണമെന്നില്ല അല്ലേ എന്നുള്ള വർത്താനം പറഞ്ഞിട്ട് ഈ വയസ്സായ ആൾക്കാരുടെ ഒരു മനോബലം നിങ്ങൾ ദയവ് ചെയ്ത് കെടുത്തരുത്. നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മന്ത്രിമാരും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ ചെയ്യാ, അവർക്ക് കേറി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തീരുമാനമാക്കണം എന്നുള്ളതാണ്. അപ്പോ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് ഡച്ച് മാതൃക വീട് ഉണ്ടാക്കലും പിന്നെ മുട്ടിനെ ചികിത്സിക്കാൻ പോക്കും പല പല അഭ്യാസം ഇവര് പുറത്തു പോയിട്ട് ചെയ്യും. എന്നാൽ പുറം രാജ്യങ്ങളിൽ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നാട്ടിൽ കൊണ്ടില്ല. അത് കൊണ്ടാന്ന് പിന്നെ അവിടെ കൊള്ളില്ലല്ലോ. അപ്പോ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണം. പിന്നെ ഞാൻ കൂടുതൽ എനിക്ക് കിടക്കാത്ത ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ, കറണ്ട് ബില്ല് ഇപ്പൊ നാട്ടില് യൂണിറ്റ് കൂട്ടിന്. പിന്നെ ഒരു യൂണിയൻ കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അവരെ ശമ്പളം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴുത്തറപ്പം പണി ചെയ്യണേന്നും അതുപോലെ തന്നെ ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്ന കറണ്ടിനെ കൂടുതൽ കാശ് കൊടുത്ത് അദാനിയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പോയിന്നും ഇത് കുറെ ന്യൂസുകളിലേക്ക് നമ്മളോട് കാണണൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾ നന്നാവില്ല. അപ്പോ എത്രയും പെട്ടെന്ന് സോളാറാ കാര്യങ്ങളേക്കും വീട്ടിലേക്കും വെക്കുക. ഇവര് ഫ്യൂസ് ഊരിയാലും ഒരു മിനിമം ലെവലിൽ കാര്യങ്ങൾ നടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ എല്ലാ പ്രവാസികളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സമാനം ഉണ്ടാവും. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഒരു പാർട്ടിക്കാരനും അല്ല, ആരും അല്ല കേട്ടാ, നമ്മളൊരു സാധാ മനുഷ്യനാണ്. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ തിരുത്തണം. ഞാനീ പറഞ്ഞത് ഇത്രയും മോശപ്പെട്ട കാര്യമാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ ഇത്രയും ഇമ്പോർട്ടന്റ് കാര്യം ആയതുകൊണ്ടാണ് ഈ തണുപ്പത്ത് നിന്നിട്ട് ഈ സ്നോയിൽ ഒരു സാധനം എടുത്തത്. കാരണം ഇതിന്റെ ഭീകരത നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് കാനഡയിൽ ആർക്കും വെറുതെ കാശ് കിട്ടണില്ല. അധ്വാനിക്കണം, നന്നായിട്ട് പണിയെടുക്കണം, എന്നാൽ മാത്രമേ കാശ് കിട്ടുള്ളൂ. ഇനി വെറുതെ കാശ് കിട്ടുന്ന വെച്ചിട്ട് ആരും ഇങ്ങോട്ട് കയറി പോരും വേണ്ട. അപ്പോ മറ്റൊരു വീട് നമുക്ക് വീണ്ടും കാണാട്ടാ. അമ്മേ, ഓക്കെ എന്നാ, ബൈ.